സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം തിരുവനന്തപുരത്തെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജിവെച്ചു. കോവളം എംഎൽഎയും കെപിസിസി വൈസ് പ്രസിഡന്റുമായ എം വിൻസെന്റിനെതിരെ നേതാക്കൾ. വിഴിഞ്ഞം, പോർട്ട്, ഹാർബർ വാർഡുകളിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. കെപിസിസി വൈസ് പ്രസിഡന്റ് എം വിൻസെന്റിനെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹിസാൻ ഹുസൈന്റെ രാജിയിലെത്തിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ കോർഡിനേറ്ററായിരുന്നു ഹിസാൻ ഹുസൈൻ. വിമർശിക്കുന്നവരെ വെട്ടിയൊതുക്കുകയാണെന്നും വിഴിഞ്ഞത്ത് നടക്കുന്നത് വിൻസെന്റിന്റെ ഏകാധിപത്യമാണെന്നും ഹിസാൻ രാജിക്കത്തിൽ പറയുന്നു. ഹിസാന്റെ രാജിക്ക് പിന്നാലെ വിഴിഞ്ഞം വാർഡിലടക്കം കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി. വിഴിഞ്ഞം, പോർട്ട്, ഹാർബർ വാർഡുകളിൽ വലിയ പ്രതിഷേധമാണ് വിൻസെന്റിനെതിരെ ഉയരുന്നത്. കരകുളം, ബാലരാമപുരം, പൂവാർ, കോട്ടുങ്കൽ, കല്ലിയൂർ, വെങ്ങാനൂർ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ട്. വിൻസെന്റിനെതിരെ കോവളം മണ്ഡലത്തിലാകെ കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പതിപ്പിച്ചു. കോൺഗ്രസ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ കെപിസിസി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും കണ്ടു. അടിയന്തരമായി പാർട്ടി നേതൃത്വം ഇടപെടണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. കെപിസിസി മാനദണ്ഡം ലംഘിച്ച് വാർഡ്, ബൂത്ത് തല കമ്മിറ്റികളെ അവഗണിച്ച് വിൻസെന്റ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റും രാജിവെച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.